ഹലോ കൂട്ടുകാരെ, സുഖാണോ? അപ്പം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഇന്ന് നമ്മൾ കാണിക്കണ വ്ളോഗിലില്ലേ, എൻ്റെ പൊന്നുമോൻ ഇത് ഉറങ്ങിയ പോലെ കിടക്കുകയാണ് കേട്ടോ, അഭിനയിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവനിന്ന് കീബോർഡ് ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവന്ന് പോണില്ല പറഞ്ഞിട്ടാണ് ഈ ഒളിച്ചു കളിയൊക്കെ. അപ്പം അച്ഛനായിട്ട് അവന് ലുലുവിലേക്ക് പോകണം പറഞ്ഞിട്ടില്ലേ, മുന്നേ തന്നെ പറഞ്ഞ് അച്ഛനെ ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ ഞാനത് അറിഞ്ഞിരുന്നില്ല, പിന്നെയാണ് കേട്ടോ അറിഞ്ഞത്. അപ്പോൾ ഉറങ്ങിയ മാതിരിയുള്ള ആക്ടിങ് ആണ്. അവൻ്റെ ആക്ടിങ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഉറങ്ങിയ മാതിരി കുറേ നേരം കടന്ന് നോക്കി. അപ്പം ഞാൻ കുറച്ച് പണിപ്പെട്ടിട്ട് അവനെ എങ്ങനെയൊക്കെ എണീപ്പിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു അംഗമാണ് ഇപ്പോൾ കാണണത്. അപ്പോൾ പിന്നെ മെല്ലെ എന്തൊക്കെയോ പറഞ്ഞിട്ട് സോപ്പ് ചെയ്തിട്ട് മെല്ലെ എണീപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ആ ഒരു യുദ്ധമാണ് ഇപ്പോൾ കാണണതില്ലേ. എന്തൊക്കെയോ പറഞ്ഞിട്ട് അവനിപ്പോൾ മെല്ലെ എണീച്ചിട്ട് വരികയാണ് പുള്ളിയില്ലേ. അപ്പോൾ അവനത് അതിമ്പിൽ ഡോറിമ്പിൽ ഒരു ടൈം ടേബിൾ എഴുതി വെച്ചു കേട്ടോ. അപ്പം ഞാൻ അവനോട് ചോദിക്കുകയാണ്, ഈ ടൈം ടേബിളൊക്കെ ആരാ അർജുൻ പാലിക്കുക, അമ്മയാണോ ഇതൊക്കെ പാലിക്കേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ അവൻ സ്റ്റഡി ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളാട്ടോ അപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ളതില്ലേ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് അവന് മെല്ലെ എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മൾ എണീപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനൊരു ടോയ് വേണമെന്നാണ് ഇപ്പോൾ പറയുന്നത്, കാർ. അപ്പോൾ ഇവിടെ നിറയെ ടോയ്സ് ഉണ്ട്, അതൊന്നും പറ്റില്ല എന്ന് ഞാൻ അവനോട് പറയുകയാണ്. പോയി ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് നമുക്ക് പോവാ പറഞ്ഞിട്ട് എണീപ്പിക്കുകയാണ് കേട്ടോ ഞാൻ അവന്. അപ്പോൾ മുഖം കഴുകാനുള്ള തളർച്ചയുണ്ട് കേട്ടോ അവന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വായോ, അതിന് ശേഷം കുറച്ച് വെള്ളം കുടിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു. അപ്പോൾ അഭിനയ ക്ഷീണം കാരണം അവനില്ലേ ആകെ എണീച്ച് നടക്കാൻ വയ്യാത്ത മാതിരിയാണ്. വരവ് കണ്ടോളൂ കേട്ടോ. അവന്ന് വിചാരിച്ചിരുന്നു മ്യൂസിക് ക്ലാസ്സിന് പോണില്ല എന്നാണ് വിചാരിച്ചിരുന്നതില്ലേ. അപ്പോൾ അവനെ അഭിനയ ക്ഷീണം മാറ്റിയിട്ടപ്പോൾ ഇൻട്രോ പറയാൻ വേണ്ടി വന്നു. ഹലോ ഗേയ്സ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, പറ്റണ വാക്കുകൾ മാത്രം പറഞ്ഞാൽ മതി, ഓവറായിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ പറയാണ്. അതാണ് കേട്ടോ അവൻ ചിരിക്കണതില്ലേ. അപ്പം ആദ്യം 2-3 തവണ അവൻ പറഞ്ഞു നോക്കി, അയ്യോ അമ്മ ഞാൻ അതാണ് ചാടി കളിക്കണതില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു സക്സസ് എന്ന് പറഞ്ഞിരുന്നതാണ് കേട്ടോ. അവസാനം കീബോർഡ് ഏറ്റിട്ടുള്ള വരവാണിൻ്റെ. കാരണം അവനത് ഏറ്റാനുള്ളൊരു ശേഷിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെ ഏറ്റി പിടിച്ചിട്ട് പോവാണ്. അപ്പം നമ്മളിവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ചർച്ചിലാണ് പഠിപ്പിക്കണതില്ലേ കീബോർഡ് ക്ലാസ് ഇല്ലേ. അപ്പം 3 to 4 കേട്ടോ. അപ്പോൾ ഈവനിങ് ടൈം 3 to 4 മ്യൂസിക് ക്ലാസ്. അപ്പോൾ അവന് അവിടേക്ക് ഇറങ്ങുമ്പോഴും അവൻ്റെ മൈൻഡിലുണ്ട്, അയ്യോ ഞാൻ പോകുമ്പോഴേക്കും ഞാൻ അച്ഛനായിട്ട് ഒന്ന് വരുമോ. അപ്പോൾ നമ്മളിത് സാറ്റർഡേ ആണ് കേട്ടോ വീഡിയോ എടുക്കണത്. അപ്പോൾ സാറ്റർഡേ അച്ഛനോട് കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിരിക്കുകയാണ് അവല്ലേ. നമുക്ക് ലുലുവിലൊന്ന് പോകണം, അവൻ എന്തോ ഒരു ടോയോ ക്രയോൺസൊക്കെ വാങ്ങണം പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ഇതാണ്. അല്ലെങ്കിൽ അവന് മ്യൂസിക്കിന് പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ, മ്യൂസിക് ക്ലാസ്സിനെല്ലാം പോകാൻ വേണ്ടി. അവിടെ നിറയെ ഫ്രണ്ട്സ് ഉണ്ട് അവന്, കീബോർഡ് പഠിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇന്നത് അതാണ് കേട്ടോ അവൻ്റെ ഇത്. അപ്പോൾ അതെല്ലാം പറയുകയാണ് അവൻ, കണ്ടില്ലേ. മ്യൂസിക് ക്ലാസ്സിന് പോണതെല്ലാം പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോളോട് ഡോർ നേരെ അടയ്ക്കുക പറഞ്ഞിട്ട് ഗേറ്റ് തുറന്നിട്ട് ഉള്ള ദൂരം തന്നെയുള്ളൂ. നമ്മൾ റോഡിലോട്ട് കയറിയിട്ട് ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞൻ ചെമ്പരത്തിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അത് സൈഡിൽ കൂടെ കാണുന്നുണ്ട് തോന്നുന്നു. ചെമ്പരത്തി ഒരു നാരക ചെടിയൊക്കെ ഞാൻ പുറത്ത് വെച്ച് പിടിപ്പിച്ചു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടിടാം കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു കേട്ടോ, ടയേർഡായി. കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. എന്തായാലും അപ്പോൾ ഡാലിയുടെ വിത്ത് അവിടെ നിന്ന് കിട്ടി പറഞ്ഞത് ഞാൻ മോളെന്നെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ചെടികളുടെ പ്രാന്തൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ ആ ഗേറ്റ് കുറച്ച് ടൈറ്റായിരുന്നു കേട്ടോ. ഗേറ്റിന് ഒരു മുറുമുറുപ്പ് എന്നൊക്കെ പറയുകയാണ് ഞാനില്ലേ. എന്നിട്ട് ഞാൻ തിരിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ 3 to 4 മ്യൂസിക് ക്ലാസ്. അപ്പോൾ മോള് ചായയൊക്കെ വേണമെന്ന് പറയുക കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ആ ചെരുപ്പൊക്കെ അവിടെ വയ്ക്കുന്നത് കേട്ടോ. പിന്നെ അവളോട് പറയുകയാണ്, ഈ വണ്ടി ഒന്ന് കഴുകായിരുന്നില്ലേ, അവൾ കോളേജിലേക്ക് കൊണ്ടുപോകണതാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ പറയുന്നുണ്ട് ഞാനില്ലേ, അത് നമ്മളവിടെ ഡാലിയുടെ വിത്തൊക്കെ അവിടെ വെച്ചു. എന്നിട്ട് ആ വണ്ടി ഒന്ന് കഴുകായിരുന്നില്ലേ അഞ്ജന ഞാൻ പറയുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം 3 to 4 ആയി കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ, എന്തെങ്കിലും ചായക്ക് നമ്മൾ എന്തെങ്കിലും ഇല്ലേ വട എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ച് ഞാൻ 2-3 ഉള്ളി ഇപ്പോൾ തൊലി കളയുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ മോളോട് ഓരോന്ന് സംസാരിക്കുന്നുമുണ്ട്, നാട്ടുകൂട്ടം സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മോള് പറയും, അമ്മ കുറച്ച് ടേസ്റ്റിൽ ഉണ്ടാക്കുക, ഇതൊക്കെ ശരിയാണ്, വായിക്ക് വയ്ക്കുന്ന ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കുമെന്ന് എന്നോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് പറയണത് എന്താ ചോദിച്ചാൽ, ഞാൻ മുന്നേ അമ്മമ്മയുടെ ഇതേപോലെ കുറ്റം പറഞ്ഞിരുന്നു എന്നാണ് പറയണത്. ഇപ്പം പിന്നെ നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോൾ യാതൊരു കുറ്റവും വരുന്നില്ല നമുക്കില്ലേ. സ്വന്തമായി ചെയ്യുമ്പോൾ പിന്നെ മക്കൾക്ക് അത് കൊടുക്കുമ്പോൾ അവർക്ക് അത്ര ടേസ്റ്റാണെന്ന് അവരെപ്പോഴും പറയാറുമില്ല കേട്ടോ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ചെറുപ്പത്തിലത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ പറയണത്. അന്ന് ഇതേപോലുള്ള ഫെസിലിറ്റികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പോൾ ചായക്കായാലും അവിലോ
അങ്ങനത്തെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഉള്ളിവട മാതിരിയൊക്കെ ഉണ്ടാക്കും, അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കുള്ളൂ, അല്ല സ്ഥിരമായിട്ട് ഉണ്ടാക്കുകയൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് മോളോട് ഞാൻ പറയണത്. പക്ഷേ പഠിക്കാനും ഉണ്ട് കേട്ടോ അവളോട് പറയണതില്ലേ. അപ്പോൾ ഓരോ നാട്ടുകൂട്ടം പറയണേ. എൻ്റെ ഇടയിൽ എൻ്റെ അടുത്തുള്ളൊരു ഫ്രണ്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ഒരു ബിസിനസ്സൊക്കെ സ്വന്തമായിട്ടൊക്കെ ഉള്ളവരായിരുന്നു കേട്ടോ. അപ്പോൾ അയാൾ കുറച്ച് ഡ്രിങ്ക്സൊക്കെ അടിച്ചിട്ട് ആൽക്കഹോളിക് ആയിട്ടില്ലേ. അപ്പോൾ അതൊക്കെയാണ് അതും അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യാന്നൊക്കെ നമ്മൾ ആൻറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞ് മോളോട് നോക്കുക, ആൻറ്റി എത്ര വിഷമമായിരിക്കണമെന്നൊക്കെ പറയുകയാണ്. അത് കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളി കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉള്ളി കട്ട് ചെയ്തിട്ട് ഉള്ളി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ മോളോട് ഓരോന്ന് അതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ട്. നല്ല മിക്സ് ചെയ്യണം കേട്ടോ. അതില്ലേ ഉള്ളി നമ്മൾ നല്ല മിക്സ് ചെയ്താൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പൊക്കെ ഉണ്ട് കേട്ടോ. പച്ചമുളകും കൂടി ഞാനിപ്പോൾ അവിടെ നിന്ന് എടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ഇഞ്ചിയുടെ കഷ്ണം കൂടി എടുത്ത് വന്ന് അതും കൂടിയും ചേർക്കുകയാണ്, അതും കൂടി അരിഞ്ഞ് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹൗസ് വൈഫ് പറഞ്ഞാൽ എപ്പോഴും റെസ്റ്റ് ഇല്ലാത്തൊരു ജോലി തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ മക്കളോട് വെറുതെ തമാശയ്ക്ക് പറയണ ഒരു കോമഡി എന്താണെന്ന് ചോദിച്ചല്ലേ, സാലറി ഇല്ലാത്തൊരു ജോലിയാണെന്ന് ഞാൻ എപ്പോഴും പറയും കേട്ടോ മക്കളോടില്ലേ. അപ്പം മോള് ചോദിക്കുകയാണ് ഈ ഉപ്പൊക്കെ ഇടുന്നതിൻ്റെ കണക്കൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പം ഞാനത് പറയുകയാണ്, നിൻ്റെ പ്രായത്തിൽ ഏജിലായാലും എനിക്കിതൊന്നും അറിഞ്ഞിരുന്നില്ല, പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് വന്നത് തന്നെയാണെന്ന് പറയുക. ഞാൻ ചെറുപ്പത്തിൽ വലിയൊരു ജോലി ചെയ്യണ ഒരാളൊന്നും ആയിരുന്നില്ല കേട്ടോ. ഒരു കുന്തം അറിയാത്തൊരു മനുഷ്യത്തിയായിരുന്നു. കോളേജ് പോവുക, വരിക, വീട്ടിൽ അമ്മ ഉണ്ടാക്കണ ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഈ ഒരു റൊട്ടേഷനായിരുന്നു കേട്ടോ ലൈഫ്. പിന്നെ അതിനുശേഷം കല്യാണം കഴിഞ്ഞപ്പോഴാണ് ലൈഫ് എല്ലാം ആകെ ചേഞ്ച് ആയതില്ലേ. പിന്നെ എല്ലാം പഠിക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ അത് പഠിക്കാതെ നിവൃത്തിയില്ല. അപ്പം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി അതിൽ ചേർത്ത് കേട്ടോ. എന്നിട്ട് നല്ല മിക്സ് ചെയ്യാണ്. ഉപ്പും കുറച്ച് ഗോതമ്പ് പൊടിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ടില്ലേ, നമ്മൾ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നന്നായിട്ട് അത് കുഴച്ച്. അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. നമ്മളത് വറുത്ത് കോരി. പിന്നെ ഞാൻ ഒരുപാട് ഓയിൽ ഫുഡൊന്നും എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇല്ലേ മക്കൾക്ക് വേണ്ടിയിട്ടില്ലേ, അവർക്ക് നമ്മുടെ നാടൻ നമ്മുടെ അപ്പമൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെയൊക്കെ തന്നെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാറില്ല. അവർക്കത് ഒത്തിരി ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല. അപ്പോൾ അത് എൻ്റെ ഹസ്ബൻഡ് വന്നു കേട്ടോ. ഒന്നേക്ക് മോൻ നേരത്തെ വരണമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ കുറച്ച് ലീവ് എടുത്തിട്ട് വന്നിരിക്കുകയാണ് ഓഫീസിൽ നിന്നില്ലേ. അപ്പം അവർ വരുമ്പോഴേക്ക് ചായയും കൂടി റെഡിയാക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വേഗം ആ വട ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. കുക്കിംഗ് അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളൊന്നല്ല. അപ്പൊ ഇഷ്ടമില്ലാത്തൊരു ജോലി പറഞ്ഞ പാത്രം കഴുകൽ. ഞാൻ പാത്രം കഴുകുന്നതിനോട് വേണ്ടിയിട്ട് വേഗം ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഓരോന്ന് പറയണുണ്ട്, മോളോട് ഓരോന്ന് പറയണുണ്ട് കേട്ടോ. അപ്പോൾ വട ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് ചായയും കൂടി ഞാൻ അടുപ്പിൽ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ വട ഞാൻ ഒരു ട്രിപ്പ് ഉണ്ടാക്കി എടുത്തു കേട്ടോ. പിന്നെ മൊത്തത്തിൽ അത് ഉണ്ടാക്കിയെടുക്കൽ കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു, മോൾക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട്. അപ്പോൾ മോൻ വരുമ്പോഴേക്കും കൂടിയും ചായ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവൻ വന്ന് വിശന്നിട്ടാവും, എന്താ അമ്മയെ കഴിക്കാൻ ചോദിച്ചിട്ടാവും കേട്ടോ ഓടി വരിക. അപ്പോൾ ചായ അങ്ങനെ റെഡിയായി കേട്ടോ. അപ്പം നാട്ടിൽ നമുക്ക് കട ഉണ്ട് കേട്ടോ. എൻ്റെ അച്ഛന് കട ഉണ്ട് ഇതേമാതിരി ഹോട്ടലിൽ. അപ്പോൾ അച്ഛൻ നല്ല അടിച്ച് ചായ, എനിക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ തട്ടുകട മാതിരിയുള്ള ഹോട്ടലുകളിലൊക്കെ ഉണ്ടാവില്ലേ അടിച്ച് ചായ ഉണ്ടാക്കുന്നത്, അതിങ്ങനെ ആ പതയോട് കൂടി ചായ കുടിക്കാനാണ് കേട്ടോ എനിക്ക് താല്പര്യം. അപ്പം ഞാനിപ്പോൾ ടൈമായി, മോനെ കൊണ്ടുവരാനുള്ള ടൈം 4 മണി. അപ്പോഴേക്കും ഈ ചായ ഉണ്ടാക്കി കഴിഞ്ഞ് ഈ വടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും 1 hour കഴിഞ്ഞു പോയിട്ടോ. അപ്പം ഞാനത് പറയുകയാണ്. എന്നിട്ട് ഇതാ അവനെ കൂട്ടിയിട്ട് വന്നു കേട്ടോ. നടന്ന് പോയിട്ട് ഇപ്പോൾ കൂട്ടിയിട്ട് വരികയാണ്. അപ്പോൾ അവന് അച്ഛനെ കണ്ടപ്പോൾ ഉള്ളിലൊരു ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അവനെ കൂട്ടി പോവുമല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ അവൻ കയറണത്. അപ്പോൾ ചെരുപ്പ് ഉള്ളിൽ വെക്കാത്തതിന് അവനെ വഴക്ക് പറയുകയാണ് കേട്ടോ. ചെരുപ്പ് പുറത്ത് കൂടെ ഇട്ടാൽ തട്ടി വീഴില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ അത് അവിടെ പോയി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവൻ ചോദിക്കുകയാണ്, അമ്മ ചായക്ക് ഒന്നുമില്ല ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും പുറത്തിരുന്നിട്ട് കേട്ടോ ചായയൊക്കെ കുടിക്കാറില്ല. നമ്മൾ നാട്ടിൽ പോയാലും അങ്ങനെ തന്നെ കേട്ടോ. എൻ്റെ വീട് റോഡ് സൈഡാട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം പോകണതൊക്കെ എല്ലാം കണ്ട് അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് ചായ കുടിക്കുക. അപ്പോൾ അത് മക്കൾ വരികയാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടി. ഇതാണ് കേട്ടോ എൻ്റെ മോൾ എൻജിനീയറിങ്ങിനാണ് പഠിക്കണത്. ഇത് മോൻ 5th സ്റ്റാൻഡേർഡിലാട്ടോ പഠിക്കണത്. അപ്പോൾ അതാ കണ്ടില്ലേ, വീഡിയോ എടുക്കുക കണ്ടപ്പോൾ അവൻ്റെ കോഷ്ടിത്തരങ്ങളാണിത്, ഫ്ലൈയിങ് കിസ്സൊക്കെ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ മക്കളില്ലേ. അപ്പോൾ അതാ ഞാൻ പറയുകയാണ്, ചൂടുണ്ട് മോനെ, അത് നോക്കിയിട്ട് എടുക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അവനാണെച്ചാൽ ഒരു ഭയങ്കര വെപ്രാളാണ്. അപ്പോൾ കണ്ടില്ലേ, ഗ്ലാസ് പിടിച്ച് അരമണ്ടിയിലാണ് അവൻ്റെ ഇരുത്തം. ഞാൻ പറഞ്ഞു കയറിയിരിക്കടാന്ന് പറഞ്ഞപ്പോൾ അവിടെ കയറിയിരുന്നതാട്ടോ. ഒരു ചിയേഴ്സൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ ചായ കുടിക്കൽ. അപ്പം വാവ്, നമ്മുടെ വീഡിയോയിൽ ഞങ്ങൾ വാവ് എന്ന് പറയുകയാണ്. ചായ നന്നല്ലെങ്കിൽ കൂടി ഞങ്ങൾ സൂപ്പർ എന്ന് പറയുകയാണ്. അമ്മയ്ക്ക്
നമ്മുടെ വീഡിയോ നന്നായി ഓടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ മക്കള് രണ്ടാളും പറയുന്നുണ്ട്. അതാണ് സൂപ്പർ ഉണ്ട് എന്നൊക്കെ പറയണത്. കണ്ടില്ലേ കാണിക്കല്? അയ്യോ കണ്ണൻ ദേവൻ ടീയുടെ പരസ്യത്തിൽ കാണിക്കണ മാതിരി അവൻ്റെ ആക്ഷനും കാണിക്കലൊക്കെ കേട്ടോ. അതൊക്കെ ഇതുവരെ ചായ കാണാത്ത ഒരാളെ മാതിരിയാണ് വെക്കല്ലേ. ഏയ് ചേച്ചിയോട് നിന്നിട്ട് ഓരോ കമന്റ് അവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്റെ വീഡിയോയിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ബൈ.